വാഴ 2 എന്തോ കളക്ഷനാണ്, എന്തോ വിജയമാണ്. ലോക നമ്മുടെ കല്യാണി പ്രിയദർശൻ നായികയായിട്ടൊരു ചിത്രം 30 കോടിയിൽ നിന്ന് 300 കോടിയിലേക്കെന്ന് പറയാം. പക്ഷേ വാഴ 2 ആഷറും പിള്ളേരും നമ്മൾ ഗൂഗിളൊക്കെ നോക്കുവാണെങ്കിൽ 10 കോടി താഴെയുള്ളൂ. നമുക്കറിയാം ഇവർക്കൊന്നും വലിയ ഈ പറഞ്ഞ റെമ്യൂണറേഷൻ ഉള്ള നടന്മാരൊന്നും വലിയ അതിനകത്തില്ല. 10 കോടി താഴെയുള്ളൂ. പോട്ടെ, 10 കോടി എന്നങ്ങ് വെക്കാം. മൊത്തത്തിൽ 10 കോടിയിൽ നിന്നും ഇപ്പം തന്നെ 200 കോടിയിലായി. 200 കോടിക്ക് മുകളിലായി വേൾഡ് വൈഡ്. കേരളത്തിൽ നിന്ന് തന്നെ 100 കോടിക്ക് മുകളിലായി. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഹിറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 118 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും നേടിയത്. 123 ലോക നേടിയത്. ഇത് രണ്ടും മറികടക്കാനുള്ള ചാൻസ് 100%, 99%, 100% നമ്മൾ പറയുന്നത് ശരിയല്ല, 99% ഉണ്ട്. എന്തായാലും വെറും 10 കോടി മുടക്കി 200 കോടിയോ 250 കോടിയൊക്കെ നേടാൻ മലയാള സിനിമയ്ക്ക് മാത്രമേ ഇന്ത്യൻ സിനിമയിൽ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ലോക 30 കോടിക്ക് 300 കോടിയുടെ മുതലുണ്ട്. അത് എടുത്തു വെച്ചേക്കുന്ന സംഭവം സൂപ്പറാണ്. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴ കണ്ടന്റ് വൈസും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും എല്ലാം ആയപ്പം വെറും 10 കോടിക്ക് വേറെ ഒരു ഇൻഡസ്ട്രിയിലും, മലയാളം അല്ലാതെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഈ പറഞ്ഞ 10 കോടിയിൽ നിന്നും 200 250 കോടി നേടാൻ സാധ്യത വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ തമിഴ്നാട്ടിൽ ചില നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തമിഴ്നാട്ടിലൊക്കെ വളരെ ശോകമാണ്. ഹിന്ദി സിനിമയിൽ ദുരന്തറാണ് ഈ ഇടയ്ക്കെങ്കിലും ഒന്ന്, അതും നല്ല ബഡ്ജറ്റിലൊരുക്കിയ സിനിമയാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ താരങ്ങളൊന്നുമില്ലാതെ ഗംഭീര സിനിമകൾ ഒരുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി അത് മലയാളം ഇൻഡസ്ട്രിയാണ്.